Hi students, today we are going to study about display devices. കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്പ്ലേ ഡിവൈസസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആ ഡിസ്പ്ലേ ഡിവൈസസിൽ നമ്മൾ CRT റിഫ്രഷ് കാത്തോഡ് റേ ട്യൂബ്, CRT എന്ന് പറയുന്നത് കാത്തോഡ് റേ ട്യൂബാണ്. പിന്നെ കളർ CRT ഇതിനെക്കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഇന്ന് ഈ ഡിസ്പ്ലേ ഡിവൈസസിൻ്റെ അകത്ത് DVST ഡയറക്റ്റ് വ്യൂ സ്റ്റോറേജ് ട്യൂബ് എന്താണെന്നും പിന്നെ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസും എന്താണെന്നും പഠിക്കാനുണ്ട്. ആ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസിൽ പിന്നെ പ്ലാസ്മ ഡിവൈസസുമാണ് ഞാൻ ഇന്ന് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ് എന്താണ്, നമുക്ക് DVST എന്ന് നോക്കാം. DVST എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വ്യൂ സ്റ്റോറേജ് ട്യൂബ് എന്നാണ്. DVSTൻ്റെ ഫുൾ ഫോം, D എന്ന് പറയുന്നത് ഡയറക്റ്റ്, V എന്ന് പറയുന്നത് വ്യൂ ആണ്, സ്റ്റോറേജ് S ഫോർ സ്റ്റോറേജ് ആൻഡ് T ഫോർ ട്യൂബ്. ഇത് നമ്മുടെ DVST എന്ന് പറയുന്നത് റാൻഡം സ്കാൻ ആണ് യൂസ് ചെയ്യുന്നത്. ബട്ട് CRTനെ പോലെ തന്നെയാണ്. CRT റാസ്റ്റർ സ്കാൻ ആണ് അല്ലേ. അപ്പോൾ റിസംബിൾസ് ലൈക്ക് CRTനെ പോലെ ഏകദേശം എന്ന് പറയാൻ കാരണം ഇലക്ട്രോൺ ഗൺ ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ട്, പിന്നെ ഫോസ്ഫറസ് കോട്ടഡ് സ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള റീസൺ കൊണ്ട് ഒരു CRTനെ പോലെ റിസംബിൾ ആവുന്നു. DVST റിസംബിൾസ് CRT. കാഥോഡ് റേ ട്യൂബിനെ ഏകദേശം കാഥോഡ് റേ ട്യൂബ് പോലെ അനുകരിക്കുന്നുണ്ട് നമ്മുടെ DVST. ഈ DVST എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ CRT ഇലക്ട്രോൺ ഗൺ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. കഴിഞ്ഞ വീഡിയോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോൺ ഗണ്ണ് CRT യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്ക്രീനിൽ പിക്ചർ ഡ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺ ഗണ്ണ് യൂസ് ചെയ്യുന്നുണ്ട് CRT. പിന്നെ ചിത്രം നമുക്ക് പിക്ചർ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട്. സോ നമ്മുടെ DVST റിസംബിൾസ് ലൈക്ക് റിസംബിൾസ് CRT. അതുകൊണ്ടാണ് CRTയും ഉപയോഗിക്കുന്നുണ്ട്, ഇലക്ട്രോൺ ഗൺ ഉപയോഗിക്കുന്നുണ്ട്, ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട്. DVST ഉപയോഗിക്കുന്നുണ്ട്, ഇലക്ട്രോൺ ഗൺ ഉപയോഗിക്കുന്നുണ്ട്, ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് ഈ DVSTയിൽ ഉപയോഗിച്ചിട്ടുള്ള ഫോസ്ഫർ എന്ന് പറയുന്നത് ഹൈ പെർസിസ്റ്റൻസ് ഉള്ള ഫോസ്ഫറാണ്. ഹൈ പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കുറേ സമയം ഈ ഒരു ഗ്ലോ, നമ്മുടെ സ്ക്രീനിലുള്ള ഗ്ലോ മങ്ങാതെ ഫേഡ് ആവാതെ കുറേ സമയം സ്ക്രീനിൽ ഉണ്ടാവും. അതാണ് ഹൈ പെർസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. DVST ഡസ് നോട്ട് യൂസ് റിഫ്രഷ് ബഫർ. അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മളെ CRT ഒക്കെ റിഫ്രഷ് ബഫർ യൂസ് ചെയ്യുന്നുണ്ട്. ഇമേജസ് നമുക്ക് കുറേ സമയം സ്ക്രീനിൽ വ്യൂ ചെയ്യേണ്ട ആവശ്യകത ഉണ്ടെങ്കിൽ അതിങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും സ്ക്രീന്. പക്ഷേങ്കിൽ നമ്മുടെ DVST ഡയറക്റ്റ് വ്യൂ സ്റ്റോറേജ് ട്യൂബ് ഉപയോഗിക്കുന്നില്ല, റിഫ്രഷ് ബഫർ ഉപയോഗിക്കുന്നില്ല. നോട്ട് യൂസ് റിഫ്രഷ് ബഫർ. അല്ലെങ്കിൽ റിഫ്രഷ് ബഫറിൻ്റെ വേറൊരു പേരാണിത് ഫ്രെയിം ബഫർ. ഓക്കെ. അപ്പോൾ നമ്മൾ DVST പിക്ചർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, പിക്ചറിൻ്റെ ഡെഫിനിഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് റിഫ്രഷ് ബഫറോ അല്ലെങ്കിൽ റിഫ്രഷ് ബഫർ അതിൻ്റെ വേറൊരു പേരാണിത് ഫ്രെയിം ബഫർ യൂസ് ചെയ്യുന്നില്ല. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് പിക്ചർ ഡെഫിനിഷൻ സ്റ്റോർ ചെയ്ത് വെക്കുക DVSTയിൽ? Picture definition is stored inside CRT in form positive charge distribution. അപ്പോൾ നമ്മുടെ DVSTൻ്റെ അകത്ത് നമ്മുടെ CRTൻ്റെ ഉള്ളിൽ, CRTൻ്റെ ടൈപ്പ് തന്നെയാണ് ഏത് DVST. ഇലക്ട്രോൺ ഗണ്ണുണ്ട്, ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ ഉണ്ട്. ആ ഒരു CRTൻ്റെ ട്യൂബ് പോലെ തന്നെയാണ് ഡയറക്റ്റ് വ്യൂ സ്റ്റോറേജ്. ബട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് റിഫ്രഷ് ബഫർ അല്ലെങ്കിൽ ഫ്രെയിം ബഫർ ഇല്ല. അപ്പോൾ ഈ ഒരു പിക്ചർ ഡെഫിനിഷൻ ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ, പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് പിക്ചറിൻ്റെ ഡെഫിനിഷൻ. എങ്ങനെയാണ്, ഏത് പിക്സലാണ് ഗ്ലോ ചെയ്യേണ്ടത്, പിക്ചർ വരയ്ക്കുന്ന സമയം ഏത് പിക്ചറാണോ നിങ്ങൾക്ക് വരയ്ക്കേണ്ടത് അതിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് പോസിറ്റീവ് ചാർജ് ആയിട്ടാണ്. ബിക്കോസ് ഓഫ് ദിസ് റീസൺ DVST ഈസ് നോൺ ആസ് സ്റ്റോറേജ് ടൈപ്പ് CRT. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് ആ ഒരു ഫോമിൽ പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് പിക്ചർ ഡെഫിനിഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു റീസൺ കൊണ്ട് നമ്മുടെ DVSTന ഡയറക്റ്റ് വ്യൂ സ്റ്റോറേജ് ട്യൂബിന നമ്മൾ വേറൊരു പേര് പറയും, സ്റ്റോറേജ് ടൈപ്പ് CRT എന്ന് പറയും. സ്റ്റോറേജ് ടൈപ്പ് CRT എന്ന് പറയുന്നത് എന്താണ്, DVST ആണ്.
In DVST, no refreshing is required as result picture drawn on DVST will be seen for several minutes before fading. അപ്പോൾ നമ്മുടെ CRTയിലെ പോലെ ഇതിങ്ങനെ ഓരോ സെക്കൻഡിലും ഇങ്ങനെ 60 frames per second എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ CRT പഠിക്കുന്ന സമയത്ത്. അതുപോലെ ഇങ്ങനെ റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. DVSTൻ്റെ അകത്ത് ആ ഒരു പിക്സൽ, ഏത് പിക്സലൊക്കെയാണ് നമുക്ക് ഗ്ലോ ചെയ്യേണ്ട ആ പിക്സൽ കുറേ മിനിറ്റ് വരെ അതെന്ത് ചെയ്യും, ഫേഡ് ചെയ്യാതെ നിൽക്കും. ഇതിന് എന്തില്ല, നോ റിഫ്രഷിങ്. DVSTക്ക് റിഫ്രഷിങ്ങിൻ്റെ ആവശ്യകത ഇല്ല. ഈ നമ്മുടെ പിക്ചർ ഡെഫിനിഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻസൈഡ് ദ CRT. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് സ്റ്റോറേജ് ടൈപ്പ് CRT, സ്റ്റോറേജ് ടൈപ്പ് CRT എന്നൊരു പേര് വരാൻ ഉള്ള ഇതിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ ഈ ഒരു DVSTയുടെ വേരിയസ് കോമ്പോണൻറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇലക്ട്രോൺ ഗൺ ഉണ്ട്, സെയിം ആസ് CRTനെ പോലെ തന്നെ ഇലക്ട്രോൺ ഗൺ ഉണ്ട്. CRTനെ പോലെ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ ഉണ്ട്. പിന്നെ ഉള്ളത് സ്റ്റോറേജ് മെഷ് ഉണ്ട്, ദെൻ കളക്ടർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോൺ ഗണ്ണ് 2 ഇലക്ട്രോൺ ഗൺസ് ആണ് DVSTൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. പ്രൈമറി ഗണ്ണും ഉണ്ട്, ഫ്ലഡ് ഗണ്ണും ഉണ്ട്. ഓക്കെ, പ്രൈമറി ഗൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ പിക്ചറിൻ്റെ പാറ്റേൺ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പ്രൈമറി ഗണ്ണ് യൂസ് ചെയ്യുന്നത്. ഈ ഫ്ലഡ് ഗൺ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പിക്ചർ നമ്മളെ സ്ക്രീനിൽ കുറേ സമയം മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ പിക്ചർ ഡിസ്പ്ലേ ഓൺ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ. അപ്പോൾ ഇലക്ട്രോൺ ഗണ്ണുണ്ട്. ഓക്കെ, DVSTക്ക് ഇലക്ട്രോൺ ഗണ്ണുണ്ട്. ഇലക്ട്രോൺ ഗണ്ണ് 2 തരത്തിലുള്ളത്, പ്രൈമറി ഗണ്ണും ഉണ്ട്, ഫ്ലഡ് ഗണ്ണും ഉണ്ട്. പ്രൈമറി ഗൺ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, നമ്മളെ പിക്ചറിൻ്റെ പാറ്റേൺ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും. ഫ്ലഡ് ഗൺ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ആ പിക്ചർ നമ്മളെ സ്ക്രീനിൽ കുറച്ച് സമയത്തോളം ഡിസ്പ്ലേ ചെയ്ത് കിട്ടണം. ആ ഒരു ഡിസ്പ്ലേ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് കോമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ ആണ്. ഇൻ DVST ദ ഇന്നർ സർഫസ് ഓഫ് CRT ഈസ് കോട്ടഡ് വിത്ത് ഫോസ്ഫർ ക്രിസ്റ്റൽസ് ഈസ് ഓഫ് ഹൈ പെർസിസ്റ്റൻസ്. ഹൈ പെർസിസ്റ്റൻസ് ഉള്ള ഫോസ്ഫർ ക്രിസ്റ്റൽ കൊണ്ട് കോട്ട് ചെയ്തിരിക്കും. ഫോസ്ഫറിൻ്റെ പ്രത്യേകത എന്താണ്, ഇലക്ട്രോൺ ബീം വന്ന് പതിക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും, ലൈറ്റ് എമിറ്റ് ചെയ്യും അല്ലേ. ദാറ്റ് എമിറ്റ് ലൈറ്റ് വെൻ ബീം ഓഫ് ഇലക്ട്രോൺസ് സ്ട്രൈക്ക് ദം. പിന്നെ ഈ DVST ഇത് രണ്ടും, ഇലക്ട്രോൺ ഗണ്ണും ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനൊക്കെ നമ്മുടെ CRTയിലും ഉണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് സ്റ്റോറേജ് മെഷ് ആണ്. സ്റ്റോറേജ് മെഷ് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ വളരെ തിന്നായിട്ടുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വയറാണ്. അത് കോട്ടഡ് വിത്ത് ഡൈ ഇലക്ട്രിക് ആണ് ആൻഡ് ലൊക്കേറ്റഡ് ജസ്റ്റ് ബിഹൈൻഡ് ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ. ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിൻ്റെ തൊട്ട് പിറകെ ആയിട്ടാണ്, ജസ്റ്റ് ബിഹൈൻഡ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറേജ് മെഷ് ഉള്ളത്. അതെന്ന് പറയുന്നത് എന്താണ്, ഒരു വളരെ തിന്നായിട്ടുള്ള വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വയറാണ്. അതിനുള്ളിൽ ഡൈഇലക്ട്രിക് കോട്ട് ചെയ്തിട്ടുണ്ട്. പ്രൈമറി ഗൺ ഡെപ്പോസിറ്റ്സ് പാറ്റേൺ ഓഫ് പോസിറ്റീവ് ചാർജ് ഓൺ ദിസ് ഗ്രിഡ് ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ ബൈ കണ്ടിന്യൂസ് ഫ്ലഡ് ഓഫ് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫ്ലഡ് ഗൺ. അപ്പം നമുക്ക് 2 ഗണ്ണുണ്ടെന്ന് തന്നെ, പ്രൈമറി ഗണ്ണുണ്ട്, സെക്കൻഡറി ഗണ്ണുണ്ട്. പ്രൈമറി ഗണ്ണിൻ്റെ അകത്ത് എന്താ ഉണ്ടാവുക, നമ്മുടെ പിക്ചർ പാറ്റേൺ ഉണ്ടാവുക. പിന്നെ ഫ്ലഡ് ഗണ്ണിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇലക്ട്രോൺസ് ഇങ്ങനെ വന്ന് പതിക്കണം, അതെന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്യണം നമുക്ക് ആ പിക്ചർ അവിടെ സ്ക്രീനിൽ. അപ്പോൾ ഈ ഒരു സ്റ്റോറേജ് മെഷീൻ എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള ഒരു വയറാണ്. ഡൈഇലക്ട്രിക് മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വയറാണ് നമ്മളെ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിൻ്റെ തൊട്ട് പിറകിലായിട്ട്. അപ്പോൾ ഈ ഒരു പ്രൈമറി ഗണ്ണിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജാണ് ഉണ്ടാവുക. അപ്പോൾ പ്രൈമറി ഗൺ എന്ത് ചെയ്യും, അതിൻ്റെ മുകളിലുള്ള പിക്ചർ പാറ്റേണിൻ്റെ പോസിറ്റീവ് ചാർജസ് ഈ സ്റ്റോറേജ് മെഷിലേക്ക് എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും. പ്രൈമറി ഗൺ ഡെപ്പോസിറ്റ് പാറ്റേൺ ഓഫ് പോസിറ്റീവ് ചാർജ് ഓൺ ദിസ് ഗ്രിഡ്. എന്നിട്ട് ആ പോസിറ്റീവ് ചാർജിനെ, ഈ ഗ്രിഡിൻ്റെ ആ പോസിറ്റീവ് ചാർജസിനെ നമുക്ക് എങ്ങോട്ടേക്ക് പതിപ്പിക്കണം, നമ്മുടെ സ്ക്രീനിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രോൺ ഗണ്ണിന്ന് എന്താണ്, ദാറ്റ് ഈസ് ഫ്ലഡ് ഗണ്ണിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് ഇലക്ട്രോൺസിനെ പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ദിസ് സ്റ്റോറേജ് മെഷ് സ്റ്റോർസ് പിക്ചർ ടു ബി ഡിസ്പ്ലേഡ് ഇൻ ഫോം ഓഫ് പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ വേറൊരു കാര്യം കൂടി, നമുക്ക് വെച്ചാൽ ശക്തിയിൽ ഈ പോസിറ്റീവ് ചാർജസ്, നമ്മുടെ പോസിറ്റീവ് ചാർജാണ് നമ്മുടെ എന്തെന്ന്, നമ്മുടെ പിക്ചർ എന്ന് പറയുന്നത്. പിക്ചർ എന്താണ്, പിക്ചർ പാറ്റേൺ.
പിന്നെ അതിൽ കളക്ടർ എന്ന് പറയുന്നത് അതൊരു ഗ്രിഡാണ്. ഈ ഗ്രിഡ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഈ സ്റ്റോറേജ് കളക്ടർ ഉണ്ട്. കളക്ടർ എന്ന് പറയുന്നത് ഒരു ഗ്രിഡാണ്. ഈ ഒരു സ്റ്റോറേജ് മെഷിൻ്റെ ജസ്റ്റ് ബിഹൈൻഡ് ആണ് ഈ ഒരു കളക്ടർ ഗ്രിഡും ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ഗ്രിഡാണ്. ഇസ് ടു സ്മൂത്ത് ഔട്ട് ഫ്ലോ ഫ്ലഡ് ഇലക്ട്രോൺസ്. ഫ്ലഡ് ഇലക്ട്രോൺസ് നമ്മുടെ ഫ്ലഡ് ഗണ്ണിൽ വരുന്ന ഫ്ലഡ് ഇലക്ട്രോൺസിന് എന്താണ് വളരെ സ്മൂത്തായിട്ട് അതിൻ്റെ മൂവ്മെൻറ്റിന് സഹായിക്കുന്ന ഒരു ഗ്രിഡാണ് ഇത്. നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഒരു ഗ്രിഡാണിത്. ഇത് നമ്മുടെ സ്റ്റോറേജ് മെഷീൻ്റെ തൊട്ട് പിറകിലാണുള്ളത്. സ്റ്റോറേജ് മെഷീൻ അതൊരു തിൻ ആയിട്ടുള്ള വയറാണ്. അത് ഡൈലക്ട്രിക്കൽ മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്തിട്ടിരിക്കും. ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിൻ്റെ തൊട്ട് പിറകിലാണ്. അപ്പോൾ നമ്മുടെ പ്രൈമറി ഗൺ എന്ന് പറയുന്നത് സ്റ്റോറേജ് പിക്ചർ പാറ്റേൺ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും പോസിറ്റീവ് ചാർജിൻ്റെ രൂപത്തിൽ. അപ്പോൾ അത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രിഡ് പ്രൈമറി ഗണ്ണ് ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, സ്റ്റോറേജ് മെഷീൻ്റെ മുകളിൽ അത് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ അവിടുന്ന് അതെന്താണ് നമ്മുടെ ഫ്ലഡ് ഗണ്ണിലെ ഇലക്ട്രോൺസിൻ്റെ വഴി അത് നമ്മുടെ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിൽ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പിക്ചറിൻ്റെ ഇതാണ് നമ്മുടെ DVSTയുടെ പിക്ചർ. അപ്പോൾ 2 ഗണ്ണാണിത്. ഫ്ലഡ് ഗൺ ഉണ്ട്, പിന്നെ ഉള്ളത് പ്രൈമറി ഗണ്ണാണ്. ഫ്ലഡ് ഗൺ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോൺ ആണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. പ്രൈമറി ഗൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജാണ് നമ്മുടെ പിക്ചർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പാറ്റേൺ ഇൻ പോസിറ്റീവ് ചാർജസ്. പിന്നെ ഫോക്കസിങ് ആൻഡ് ഡിഫ്ലക്ഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ഫോസ്ഫർ കോട്ടഡ് ആയിട്ടുള്ള സ്ക്രീൻ. അപ്പോൾ ഈ ഒരു ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിൻ്റെ ജസ്റ്റ് പിറകിലായിട്ടാണ് നമ്മുടെ സ്റ്റോറേജ് ഗ്രിഡ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് ഗ്രിഡിൻ്റെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പ്രൈമറി ഗണ്ണിലുള്ള ഈ ഒരു പിക്ചർ പാറ്റേൺ അതേപടി പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ളതാണ് അല്ലേ. അത് അതേപടി സ്റ്റോറേജ് ഗ്രിഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഈ ഡെപ്പോസിറ്റ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഈ സ്റ്റോറേജ് ഗ്രിഡിൻ്റെ തൊട്ട് പിറകിലായിട്ടാണ് ഈ ഒരു കോമ്പോണൻ്റ് ഉള്ളത്, കളക്ടർ എന്ന് പറയുന്നത്. ഈ സ്റ്റോറേജ് ഗ്രിഡ് എന്നൊക്കെ പറയുന്നത് തിൻ വയറാണ്. പിന്നെ കളക്ടർ എന്ന് പറയുന്ന ഗ്രിഡ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കളക്ടർ ഗ്രിഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്ലഡ് ഗണ്ണിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് വന്ന് പതിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇലക്ട്രോൺ വന്ന് പതിക്കുമ്പോഴാണല്ലോ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ എന്താവുന്നത്, ഫോസ്ഫർ ലൈറ്റ് എമിറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു പിക്ചർ ഡെഫിനിഷൻ നമ്മൾ സ്റ്റോറേജ് ഗ്രിഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല ഹൈ ആയിട്ട് പോസിറ്റീവ് ചാർജസ് വരുമ്പോൾ ഈ കളക്ടറിന് ഹൈ ആയിട്ട് നമ്മളെ ഫ്ലഡ് ഗണ്ണിൽ ഇലക്ട്രോൺസ് വരുന്ന സമയത്ത് ഇലക്ട്രോൺസ് മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ആ ഇലക്ട്രോൺസിന് വളരെ സ്മൂത്തായിട്ട് നമുക്കിവിടെ കൊണ്ടുവരണം സ്ക്രീനിലേക്ക്. അപ്പോൾ ഇവിടെ ഒരു കളക്ടർ, നെഗറ്റീവ് ചാർജ് ഒരു കളക്ടറും കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് ചാർജസിന് കൂടുതൽ ശക്തി കൊടുക്കാനും, അപ്പോൾ ഇവിടെയുള്ള പോസിറ്റീവിനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പോസിറ്റീവ് ചാർജുള്ള പിക്ചർ പാറ്റേണിൻ്റെ ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അത്രയും പവറിൽ നമ്മുടെ ഇലക്ട്രോൺ ഗൺസ് എവിടെ വന്ന് പതിക്കും, നമ്മുടെ സ്ക്രീനിൽ വന്ന് പതിക്കും. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ഇവിടെ സ്റ്റോറേജ് ഗ്രിഡ് കൊടുത്തിട്ടുള്ള പിക്ചറിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതൊക്കെ പിക്സലാണോ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മുടെ സ്ക്രീനിലുള്ള പിക്സൽസ് ഡിസ്പ്ലേ ആവും. അപ്പം ഇതിൻ്റെ നമ്മുടെ DVSTയുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പിക്ചറിന് റിഫ്രഷിങ് ആവശ്യമില്ല. നമ്മൾ CRT പോലെ റിഫ്രഷ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതാണ് മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ്. പിന്നെ എന്ന് വെച്ചാൽ കോംപ്ലക്സ് പിക്ചർ അറ്റ് ഹൈ റെസൊല്യൂഷൻ വിത്തൗട്ട് എനി ഫ്ലിക്കർ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റും. കോംപ്ലക്സ് പിക്ചേഴ്സ് ഹൈ റെസൊല്യൂഷനുള്ള. പിന്നെ നോ യൂസ് ഓഫ് ഫ്രെയിം ബഫർ ഓർ റിഫ്രഷ് ബഫർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോട്ട് യൂസ്ഡ് ഫോർ ഡൈനാമിക് ഗ്രാഫിക്സ് സച്ച് എസ് ആനിമേഷൻ. ഡൈനാമിക് ആയിട്ടുള്ള ഗ്രാഫിക്സിന് ഇത് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദീസ് സിസ്റ്റംസ് ഡു നോട്ട് ഡിസ്പ്ലേ കളേഴ്സ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു സെലക്റ്റഡ് ഇമേജിൻ്റെ ഒരു സെലക്റ്റഡ് പാർട്ട് നമുക്ക് ഇറേസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ DVSTൻ്റെ അകത്ത് ബുദ്ധിമുട്ടാണ്. ഇമേജിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ട് നമുക്ക് ഇറേസ് ചെയ്യിപ്പിക്കുക എന്ന് വെച്ചാൽ DVSTയിൽ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇറേസ് ചെയ്യിപ്പിക്കാൻ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ആ പിക്ചർ വീണ്ടും കംപ്ലീറ്റ് മായ്ച്ചിട്ട് പിന്നെ റീഡ്രോ ചെയ്യാനേ പറ്റും. പുതിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് റീഡ്രോ ചെയ്യാൻ മാത്രമേ പറ്റൂ. ആ ഒരു ഡിസഡ്വാൻറ്റേജും നമ്മുടെ DVSTയിലുണ്ട്. ഓക്കെ,
നെക്സ്റ്റ് നമ്മുടെ ഡിസ്പ്ലേ ഡിവൈസസിൽ വരുന്ന കാറ്റഗറിയാണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ. അപ്പോൾ ഈ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ എന്ന് പറയുന്നത് വോളിയം എന്ന് പറഞ്ഞാൽ നമ്മളെ വെയിറ്റ് കുറവായിരിക്കും, വോളിയം കുറവായിരിക്കും, പവർ കൺസപ്ഷൻ കുറവായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ഡിസ്പ്ലേ ഡിവൈസസ് ആണ് ഇത് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസസ്. അപ്പോൾ ഈ ഫ്ലാറ്റ് പാനൽ ഡിവൈസസ് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചുമരിൽ തൂക്കിയിടാൻ പറ്റും. നമ്മുടെ റിസ്റ്റിൻ്റെ അകത്തൊക്കെ അത് റിസ്റ്റ് വാച്ചിൻ്റെ അകത്തൊക്കെ നമുക്ക് അങ്ങനത്തെ ഡിസ്പ്ലേസ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം? പല ഡാറ്റ, ഗ്രാഫിക്, ടെക്സ്റ്റ്, ഇമേജസ് ഒക്കെ വ്യൂ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഫ്ലാറ്റ് പാനൽ ഡിവൈസസ് ആർ ദ ഡിവൈസസ് ദാറ്റ് ഹാവ് ലെസ് വോളിയാണ് ഉണ്ടാവുക ഫ്ലാറ്റ് പാനലിന്. പിന്നെ ലെസ് വെയിറ്റ് ആയിരിക്കും, പിന്നെ കുറച്ച് മാത്രമേ പവർ ഉപയോഗിക്കുകയുള്ളൂ. കമ്പയർഡ് ടു CRT ആയിട്ട് കമ്പയർ ചെയ്യാൻ ഇത്രയും ഗുണങ്ങൾ നമ്മളെ ഫ്ലാറ്റ് പാനലിനുണ്ട്. ഡ്യൂ ടു ദ അഡ്വാൻറ്റേജ് ഓഫ് ദി ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ, ഇത്രയും അഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ട് നമ്മുടെ CRTൻ്റെ ഉപയോഗം വളരെ ഡിക്രീസ് ആയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഫ്ലാറ്റ് പാനൽ ഡിവൈസസ് ലൈറ്റ് ആണ്, വെയിറ്റിൽ ലൈറ്റിംഗ് വെയിറ്റ് ആണ്. സോ നമുക്ക് വാളിലൊക്കെ അത് തൂക്കിയിടാൻ പറ്റും, വിയർ ദ റിസ്റ്റിൻ്റെ അകത്ത് വെക്കാം. ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ FPD എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ആണ്. allow users to view data, graphics, text, images ഒക്കെ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ്. അപ്പോൾ ഈ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഒന്ന് എമിസീവ് ഡിസ്പ്ലേ എന്നും രണ്ടാമത്തത് നോൺ എമിസീവ് ഡിസ്പ്ലേ എന്നുമാണ്. ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ഡിവൈഡഡ് ഇൻറ്റു 2 types, എമിസീവ് ഡിസ്പ്ലേ ആൻഡ് നോൺ എമിസീവ് ഡിസ്പ്ലേ. അപ്പോൾ എന്താണ് ഈ എമിസീവ് ഡിസ്പ്ലേ, എന്താണ് ഈ നോൺ എമിസീവ് ഡിസ്പ്ലേ, പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എമിസീവ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തെന്ന് വെച്ചാൽ, എമിസീവ് ഡിസ്പ്ലേൻ്റെ വേറൊരു പേരാണ് ഇത് എമിറ്റേഴ്സ് എന്ന് പറയുന്നത്. എമിസീവ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഡിവൈസസ് ആണ്. അതെന്താ ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജീനെ ലൈറ്റ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, കൺവേർട്ട് ചെയ്യുന്നു, മാറ്റുന്നു ഇലക്ട്രിക്കൽ എനർജീനെ ലൈറ്റ് എനർജിയിൽ. ഇതിന് എക്സാമ്പിൾ ആണ് പ്ലാസ്മ പാനൽ, പിന്നെ LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, പിന്നെ തിൻ ഫിലിം ഇലക്ട്രോലൂമിനിസെന്റ് ഡിസ്പ്ലേസ്. ഇതൊക്കെ നമ്മുടെ എമിസീവ് ഡിസ്പ്ലേക്ക് എക്സാമ്പിൾസ് ആണ്. എമിസീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക്കൽ എനർജീനെ ലൈറ്റ് എനർജി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോൺ എമിസീവ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇതിൻ്റെ വേറൊരു പേരാണ് നോൺ എമിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഒപ്റ്റിക്കൽ എഫക്ട്സിന്, ആ ഒപ്റ്റിക്കൽ എഫക്ട്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സൺലൈറ്റിനെയോ അല്ലെങ്കിൽ അതർ സോഴ്സ് ഓഫ് ലൈറ്റ് ഇതിനെ എങ്ങോട്ടേക്ക് മാറ്റും? ഗ്രാഫിക് പാറ്റേൺ ആക്കിയിട്ട് മാറ്റാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ എമിസീവ് ഡിസ്പ്ലേയിൽ നമുക്ക് പ്ലാസ്മ പാനൽ പഠിക്കണം, LED എന്താണെന്ന് പഠിക്കണം, പിന്നെ തിൻ ഫിലിം ഇലക്ട്രോലൂമിനിസെന്റ് ഡിസ്പ്ലേ എന്താണെന്ന് നമുക്കറിയണം. ഓക്കെ, അതുപോലെ തന്നെ നോൺ എമിസീവ് ഡിസ്പ്ലേയിൽ LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്താണെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്ലാസ്മ പാനൽ എന്താണെന്ന് നോക്കാം. ദിസ് ദ പ്ലാസ്മ ഡിസ്പ്ലേനെ കുറിച്ച് പറയാണ്. പ്ലാസ്മ ഡിസ്പ്ലേ, ഓക്കെ, ഈ ഒരു പ്ലാസ്മ ഡിസ്പ്ലേ കമ്പ്യൂട്ടർ വീഡിയോ ഡിസ്പ്ലേ ആണ്. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഓരോ പിക്സലും നമ്മൾ ഇല്ലുമിനേറ്റ് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈനി ബിറ്റ് ഓഫ് പ്ലാസ്മ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഓരോ പിക്സലിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്ലാസ്മ എന്ന് പറയുന്ന ഒരു പ്രത്യേക ചാർജ്ഡ് ആയിട്ടുള്ള ഗ്യാസ് ആണ്. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുക നിയോണൊക്കെയാണ് ഉപയോഗിക്കുക. ഇത് വളരെ തിന്നായിട്ടുള്ളതാണ് പ്ലാസ്മ ഡിസ്പ്ലേസ്. നമ്മൾ CRT ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ തിന്നാണ്. പിന്നെ ഭയങ്കര ബ്രൈറ്ററും ആണ്. നമ്മുടെ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേസ് ഒക്കെ ബ്രൈറ്റർ ഇമേജസ് ആണ് തരിക. അതുപോലെ തന്നെ വളരെ ബ്രൈറ്ററും ആണ്. ഇതിനെ നമ്മളെ പ്ലാസ്മ ഡിസ്പ്ലേക്ക് തിൻ പാനൽ എന്നൊക്കെ പറയുന്നത്. തിൻ പാനൽ എന്ന് പറഞ്ഞാൽ പ്ലാസ്മ ഡിസ്പ്ലേ ആണ്. നമുക്ക് അനലോഗ് വീഡിയോ സിഗ്നൽസ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അല്ലെങ്കിൽ നമ്മൾ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഇൻപുട്ടിനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പ്ലാസ്മ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എ പ്ലാസ്മ ഡിസ്പ്ലേ ഇസ് എ കമ്പ്യൂട്ടർ വീഡിയോ ഡിസ്പ്ലേ ഇൻ വിച്ച് ഈച്ച് പിക്സൽ ഓൺ ദ സ്ക്രീൻ is illuminated by a tiny bit of plasma. Okay, tiny bit of plasma. Plasma എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ്ഡ് ഗ്യാസ് ആണ്. ആ ചാർജ്ഡ് ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ക്രീനിലുള്ള
പിക്സൽസിനെ എന്ത് ചെയ്യുന്നത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഗ്യാസ് എന്ന് പറയുന്നത് അധികം നിയോൺ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. പ്ലാസ്മ ഡിസ്പ്ലേസ് ആർ തിന്നർ ദാൻ കാഥോഡ് റേ ട്യൂബ്. കാഥോഡ് റേ ട്യൂബിനേക്കാൾ തിന്നറാണ്, പിന്നെ ബ്രൈറ്റർ ആണ്. നമ്മുടെ ലിക്വിഡ് LCD-നേക്കാളും വളരെയധികം ബ്രൈറ്റർ ആണ് ഇമേജസ്. Plasma displays are sometimes marketed as a thin panel displays and can be used to display either analog video signals or display modes a digital computer input. ഈ പ്ലാസ്മ ഡിസ്പ്ലേസിന് പറയുന്ന വേറൊരു പേരാണ് ഗ്യാസ് ഡിസ്ചാർജ് ഡിസ്പ്ലേ. Plasma panels are also called as gas discharge display. It consists of an array of small lights. Lights are fluorescent in nature. അപ്പോൾ ഈ ഒരു ഗ്യാസ് ഡിസ്ചാർജ് ഡിസ്പ്ലേ അല്ലെങ്കിൽ പ്ലാസ്മ പാനൽസിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ കാത്തോഡ് ഉണ്ട്, ആനോഡ് ഉണ്ട്, പിന്നെ ഫ്ലൂറസെൻ്റ് സെൽസ് ഉണ്ട്, പിന്നെ ഗ്ലാസ് പ്ലേറ്റ്സും. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കോമ്പോണൻസ് നമ്മുടെ പ്ലാസ്മ ഡിസ്പ്ലേയുടെ. കാത്തോഡ് എന്ന് പറയുന്നത് എന്താണ്? വയേഴ്സ് ആണ്, ഫൈൻ വയേഴ്സ് ആണ്. ആ കാത്തോഡ് എന്താണ് ഉണ്ടാവുക? നെഗറ്റീവ് വോൾട്ടേജ് ആണ് ഗ്യാസ് സെല്ലിന് കൊടുക്കുന്നത്. ഗ്യാസ് നിയോൺ ഗ്യാസ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഗ്ലാസ് റോഡിൻ്റെ സെൻട്രലായിട്ട് മിഡിലായിട്ട്. അപ്പോൾ ആ ഒരു നമ്മുടെ ഗ്യാസിന് നെഗറ്റീവ് വോൾട്ടേജ് ആണ് കാത്തോഡ് കൊടുക്കുന്നത്. ദ വോൾട്ടേജ് ഈസ് റിലീസ്ഡ് അലോങ് വിത്ത് ദ നെഗറ്റീവ് ആക്സിസ്. അതെന്ന് വെച്ചാൽ കാത്തോഡ് ഹൊറിസോണ്ടലി ആയിട്ടും ആനോഡ് വെർട്ടിക്കലി ആയിട്ടാണ് പ്ലേസ് ചെയ്ത് വെക്കുക. ഇറ്റ് ഓൾസോ ഈ ആനോഡ് എന്ന് പറയുന്നത് എന്താണ്? ലൈൻ വയേഴ്സ് ആണ്, കൺസിസ്റ്റ് ഓഫ് ലൈൻ വയേഴ്സ്. അത് ഡെലിവർ ചെയ്യുന്ന പോസിറ്റീവ് വോൾട്ടേജ് ആണ്. ദ വോൾട്ടേജ് ഈസ് സപ്ലൈഡ് അലോങ് പോസിറ്റീവ് ആക്സിസ്. ദ നെക്സ്റ്റ് ഫ്ലൂറസെന്റ് സെൽസ് ഉണ്ട്. ഫ്ലൂറസെന്റ് സെൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആനോഡിന്റെയും കാത്തോഡും നമ്മൾ ഗ്ലാസ് റോഡിന്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കും. അതിന്റെ മിഡിലായിട്ട് നമ്മൾ നിയോൺ ഗ്യാസ് നിറക്കും. അപ്പോൾ എന്താണ് നിയോൺ ഗ്യാസ് ഈ ഒരു വോൾട്ടേജ് വന്ന് പതിക്കുന്ന സമയത്ത് ലൈറ്റ്സ് എമിറ്റ്സ്. ഓക്കെ, it consists of small pockets of gas liquids. When the voltage is applied to this liquid or neon gas, it emits light. Pinna glass plates. These plates act as capacitors. The voltage will be applied, the cell will glow continuously. Voltage കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലൂറസെന്റ് സെൽസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ നിയോൺ ലൈറ്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഗ്ലോ ചെയ്യും, കണ്ടിന്യൂസ് ലൈറ്റ് ഗ്ലോ ചെയ്യും. അപ്പോൾ ദീസ് ആർ ദ മെയിൻ കോമ്പണൻസ് ഓഫ് plasma panels or gas discharge display. The gas will slow when there is a significant voltage difference between horizontal and vertical wires. നമ്മൾ horizontal wires എന്ന് പറയുന്നത് കാത്തോഡ് ആണ്, വെർട്ടിക്കൽ ആയിട്ട് വെക്കുന്ന വയർസ് എന്ന് പറയുന്നത് ആനോഡ് ആണ്. പിന്നെ വോൾട്ടേജ് ലെവൽ എപ്പോഴും ഒരു 90 വോൾട്ടിനും 120 വോൾട്ടിനും ഇടയിലായിരിക്കണം. പ്ലാസ്മയ്ക്ക് ഒരിക്കലും റിഫ്രഷിങ്ങിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മൾക്ക് ഇപ്പോൾ ഇറേസ് ചെയ്യണമെങ്കിൽ നമ്മൾ വോൾട്ടേജ് ലെവൽ കുറക്കുമ്പോൾ നമുക്ക് പിക്ചർ വേണമെങ്കിൽ ഇറേസ് ചെയ്യാം. ഈച്ച് സെൽ ഓഫ് പ്ലാസ്മ ഹാസ് 2 states, so cell is said to be stable. Displayable point in plasma panel is made by crossing of the horizontal and vertical grid. The resolution of the plasma panel can be up to 512 എന്താണ് റോ വൈസിലും 512 വെർട്ടിക്കൽ വൈസിലും വരെയൊക്കെ റെസൊല്യൂഷൻ നമ്മുടെ പ്ലാസ്മ പാനൽസിനുണ്ട്. ആ പ്ലാസ്മ പാനൽസിൻ്റെ ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷനാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ലോജിക്കലായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ചാൽ ആനോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ട് ആനോഡാണ് കാണിച്ചിട്ടുള്ളത്, തിൻ വയേഴ്സ്. പിന്നെ വെർട്ടിക്കലായിട്ട് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് കാത്തോഡാണ്. അപ്പോൾ ഇതിപ്പോൾ വെർട്ടിക്കലായിട്ട് വെക്കുകയാണ്, ഇതിപ്പോൾ ആനോഡ് ഇപ്പോൾ വെർട്ടിക്കലായിട്ട് വെക്കുകയാണ്, കാത്തോഡ് ഹൊറിസോണ്ടലായിട്ട് വെക്കാൻ നോക്കാം. അപ്പോൾ എന്നുവെച്ചാൽ രണ്ടും ആനോഡും കാത്തോഡും വേർതിരിച്ചറിയാൻ വേണ്ടിയതാണ്. ഗ്ലാസ് പ്ലേറ്റിൻ്റെ മുകളിലാണ് ഈ ആനോഡ് വയറും കാത്തോഡ് വയറും ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മിഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നിയോൺ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ നിയോൺ ഗ്യാസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ഉള്ളത് കൊണ്ട് തന്നെ അതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ലൈറ്റ് എമിറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു പ്ലാസ്മയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ വാൾ മൗണ്ടഡ് ആണ്. കാരണം ഫ്ലാറ്റ് പാനൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അതെന്താണ് വാൾ മൗണ്ടഡ് ആണ്, സ്ലിം ആണ്, വൈഡർ ആംഗിൾ, ഹൈ റെസൊല്യൂഷൻ, ലാർജ് സ്ക്രീൻ സൈസ് ഈസ് ഓൾസോ പോസിബിൾ, ലെസ് വോളിയാണ്, ലെസ് വെയിറ്റ്, ഫ്ലിക്കർ ഫ്രീ ഡിസ്പ്ലേ ആണ്.
ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഫോസ്ഫറസ് ലോസസ് ലുമിനിസിറ്റി ഓവർ ടൈം, ഇറ്റ് കൺസ്യൂസ് മോർ ഇലക്ട്രിസിറ്റി. LCD ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോർ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട്. ലാർജ് സൈസാണ്, പുവർ റെസൊല്യൂഷൻ, വയറിംഗ് റിക്വയർമെൻറ്റ് ആനോഡ് ആൻഡ് ദ കാത്തോഡ് ഈസ് കോംപ്ലക്സ്. കാരണം ഹൊറിസോണ്ടലി അല്ല വെർട്ടിക്കലി ഒക്കെ ആയിട്ട് ആനോഡ് കാത്തോഡ് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് വെക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ഇറ്റ്സ് അഡ്രസ്സിങ് ഇസ് ഓൾസോ കോംപ്ലക്സ്. ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഡിസ്പ്ലേ ഡിവൈസസിൽ എന്താണ് DVST എന്നും പിന്നീട് നമ്മൾ എന്താണ് പിന്നെ നമ്മുടെ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്, MCU ഉണ്ട്, നോൺ MCU ഉണ്ട്. അപ്പോൾ ആ MCUവിൻ്റെ അകത്ത് നമ്മൾ പ്ലാസ്മ ഡിവൈസസിൻ്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ, എന്താണ് പ്ലാസ്മ ഡിവൈസസ് എന്നുള്ളത്. പ്ലാസ്മ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് റോഡാണ്. ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നർ എന്ന് വിചാരിക്കുക. ആ ഗ്ലാസ് കണ്ടെയ്നറിൻ്റെ ഒരു സൈഡിലുള്ള ഗ്ലാസ്സിൽ ആനോഡ് വയേഴ്സ് ഉണ്ടാവും, മറ്റൊരു സൈഡിൽ കാത്തോഡ് വയേഴ്സ് ഉണ്ടാവും. അതിൻ്റെ മിഡിലായിട്ട് നിയോൺ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ചാർജ് വന്ന് പതിക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും, ഗ്ലോ ചെയ്യുന്നു. അതാണ് നമ്മുടെ പ്ലാസ്മ ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.